നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLൻ്റെ അടുത്ത സീസണിനായിട്ട് ക്ലബ്ബുകൾ ഒരുക്കിക്കൊണ്ടിരിക്കവേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളൊരു ആശങ്ക ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പല റൂമറുകളും പലതരത്തിലുള്ള വാർത്തകളും ഒക്കെ വരുമ്പോൾ ആരാധകർക്ക് ആശ്വാസത്തോടു കൂടി ഇരിക്കാനാവില്ല എന്നതാണൊരു യാഥാർത്ഥ്യം. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഓണേഴ്സായിട്ടുള്ള മാഗ്നം സ്പോർട്സ് ബ്ലാസ്റ്റേഴ്സ് വിറ്റൊഴിവാക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള വാർത്ത. പുതിയ ഇൻവെസ്റ്റേഴ്സ് വരികയാണെങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ കളിക്കുകയുള്ളൂ എന്നും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതെന്തായി? പുതിയ ഇൻവെസ്റ്റേഴ്സ് പല പേരുകളാണ്. ലുലു ഇതാ ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും കാര്യമില്ല എന്നുള്ളതാണ് പിന്നീട് വ്യക്തമായത്. അതേസമയം ഒരു വിദേശ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പലരും കൊടുക്കുന്നത് കണ്ടു. നമുക്കിപ്പോൾ വിശ്വാസയോഗ്യമായ ഒരു സോഴ്സ് മലയാള മനോരമ കുറച്ച് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിലിപ്പോൾ നമുക്കറിയാലോ, കുറേ പ്ലേയേഴ്സൊക്കെ ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ പുതിയ സൈനിങ് ഒന്നും നടത്തിയിട്ടില്ല. അതായത് സീനിയർ ടീമിൻ്റെ ഓപ്പറേഷൻ വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നിലവിൽ 13 താരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൽ അവശേഷിക്കുന്നുള്ളൂ. കോച്ച് പോലുമില്ല. കോച്ച് തുടരുമോ ഇല്ലയോ, അദ്ദേഹത്തിന് ഇങ്ങനെ എത്ര കാലം വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ, ഇതൊക്കെ ചോദ്യം തന്നെയല്ലേ. അപ്പോൾ ഏതായാലും മനോരമ നൽകുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതുവരെ ആരുമായും അന്തിമ ധാരണയിലെത്തിയിട്ടില്ല. അതായത് നിലവിൽ ക്ലബിൻ്റെ ഉടമകളായ മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ് ക്ലബിനെ വിറ്റൊഴിവാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതുവരെ ആരുമായും അന്തിമ ധാരണയിലെത്തിയിട്ടില്ല. വിദേശ മലയാളി സംരംഭകനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് പറയുന്നത്. അതാണ് ഇതൊരു വിദേശ ഗ്രൂപ്പാണോ വരുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ വരാനുള്ളൊരു കാരണം. പിന്നെ സൂപ്പർ ലീഗ് കേരളയിലെ കാലിക്കറ്റ് FCയുടെ ഉടമയും അതുപോലെ തന്നെ IBS സോഫ്റ്റ്വെയർ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ VK മാത്യൂസ് ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഉടമകൾ ആവശ്യപ്പെടുന്ന 150 കോടിയോളം രൂപ വളരെ കൂടുതലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് വിലയിരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ടീമിനെ വാങ്ങിയാലും അടുത്ത ISLന് മുമ്പ് ടീമിനെ ഒരുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എന്നും പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ് എന്നാണ് മനോരമയുടെ റിപ്പോർട്ട്. പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല എന്നുള്ളത് കൂടി വിശദീകരിക്കുന്നുണ്ട്. സീസണിൻ്റെ ISL ആരംഭിച്ചത് മുതൽ നഷ്ടത്തിൽ തന്നെയാണെങ്കിലും പോയ സീസണിൻ്റെ കടം അത് വലിയ തോതിൽ ബാധിക്കുകയുണ്ടായി. പോയ സീസണിൽ വലിയ രൂപത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് വളരെ കൃത്യവുമാണ്. നമുക്കറിയാലോ, നേരത്തെ ഉണ്ടായിരുന്ന FSDL വാണിജ്യ പങ്കാളി പിൻവാങ്ങി. ആ ഒരു സമയത്തൊക്കെ കിട്ടിയിരുന്ന ഒരു വലിയ തുകയുണ്ട്. 30 കോടിയോളം രൂപ പരസ്യ വരുമാനങ്ങളും മറ്റ് തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലഭിച്ചിരുന്നു. അതായത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ശരാശരി 30 കോടിയോളം രൂപ ഈ ഇനങ്ങളിൽ ലഭിച്ചിരുന്നു. കൂടാതെ ക്ലബ്ബുകൾക്ക് FSDL സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസൺ നമുക്കറിയാം അത്തരത്തിലുള്ള വാണിജ്യ പങ്കാളിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ AFF നേരിട്ട് ലീഗ് നടത്തി. നേരത്തെയൊക്കെ ബ്രോഡ്കാസ്റ്റിംഗ് ഒരു ഫീ ആയിട്ട് 270 കോടി രൂപയായിരുന്നെങ്കിൽ പോയ സീസണിൽ അത് 8-9 കോടി രൂപയിൽ ഒതുങ്ങിയെന്നു. അപ്പോൾ അതൊക്കെ വലിയ രൂപത്തിൽ നഷ്ടമായി. ഇനി ബ്ലാസ്റ്റേഴ്സ് ഈ തവണ ISL കളിക്കുമോ എന്നുള്ള ചോദ്യം, അതിൽ നഷ്ടം സഹിച്ചും തുടരാൻ നിർവാഹമില്ലെന്ന നിലപാടിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉടമകൾ. അപ്പോൾ ക്ലബിനെ ആരെങ്കിലും ഏറ്റെടുത്താൽ കളത്തിലിറങ്ങും. അതാണ് വ്യക്തമായിട്ടുള്ള വിവരം. പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നാൽ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലിറങ്ങും. ഇല്ലെങ്കിൽ എന്ത് എന്ന കാര്യത്തിലാണ് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഏതായാലും ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ആരാധക വൃന്ദമുള്ള ക്ലബിനാണ് ഈ ഒരു ദുരവസ്ഥ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓഗസ്റ്റ് 31 വരെയാണ് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പണായിട്ട് നിൽക്കുന്നത്. അതിനിടയ്ക്ക് താരങ്ങൾ കൊണ്ടുവന്ന് പുതിയൊരു ടീമിനെ ഒരുക്കണമെങ്കിൽ നല്ല രൂപത്തിൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് തുക ചെലവഴിക്കേണ്ടി വരും. നിലവിൽ ലൂണ മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം അടക്കം 13 താരങ്ങൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലുള്ളൂ. നിരവധി പേര് ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞു. അതുപോലെ CEO അല്ലാതെ മറ്റ് ക്ലബിൻ്റെ തലപ്പത്തുള്ള ആരുമില്ല എന്ന കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു. ക്ലബ്ബ് നേതൃത്വത്തിൽ അവശേഷിക്കുന്നതാകട്ടെ CEO മാത്രം, മറ്റുള്ളവരെല്ലാം നേരത്തെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ അവസ്ഥയിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസൺ കളിക്കുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം
പുതിയ ഇൻവെസ്റ്റേഴ്സ് വന്നാൽ കളിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.